സത്യമേവ ജയതേ, സത്യം ജയിച്ചു. അതായത് ശിക്ഷിക്കപ്പെടേണ്ടവരെ ശിക്ഷിക്കുകയും ഇല്ലാത്തവരെ അവർ വെറുതെ വിടുകയും ചെയ്തു. അതൊരു നല്ലൊരു വിധിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്, ഏറ്റവും നല്ല വിധിയാണ്. മാത്രമല്ല ഇത് ശരിക്കും ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. എന്ന് വെച്ചാൽ ചുമ്മാ വഴിയെ പോകുന്ന ഒരാളെ അതിൻ്റെ അകത്തോട്ട് തട്ടിക്കയറ്റി അയാളെ പ്രതിയാക്കി ഒരു കേസിൽ കുടുക്കി ഒരു ഗൂഢാലോചന നടത്തി അതിനെ കേസിൽ ഗൂഢാലോചന നടന്നു എന്നും പറഞ്ഞാണ് ഒരു കേസ് ഉണ്ടാക്കിയത്. അത് ശരിക്കും ഒരു ഗൂഢാലോചനയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ പോലീസിലെ കുറച്ച് ഉദ്യോഗസ്ഥരും കുറേ സിനിമയിലെ കുറേ ആൾക്കാരും ചേർന്നിട്ടുള്ളൊരു ഗൂഢാലോചനയാണെന്ന് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അത് അത്രത്തോളം ഒരാളെ താറടിച്ച് കാണിക്കാമോ അങ്ങനെ ഏറ്റവും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം ദിലീപിനെ വേട്ടയാടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഈ പൊതുസമൂഹവും അതിൻ്റെ അകത്ത് ചാനലുകാരും എല്ലാവരും ദിലീപിനെ മാക്സിമം വേട്ടയാടി എന്നുള്ളത് വേണം എനിക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ വളരെ സങ്കടത്തോടു കൂടി അയാൾ ഒത്തിരി കാലം ഇത്രയും കാലം ദിലീപ് ആയതുകൊണ്ട് ഇത് സർവൈവ് ചെയ്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട്ടു പോയാൽ ശരിക്കും അവർക്കൊക്കെ ആ കുടുംബത്തിന് തന്നെ എന്തുമാത്രം പ്രശ്നം ഉണ്ടായി, ട്രോമ ഉണ്ടായെന്നറിയാം. അവർക്ക് ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ടി ശരിക്കും അവർ ഇവിടുന്ന് കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ആലുവയിൽ നിന്ന് അവർ മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരെ വന്നു. എന്തൊരു കഷ്ടമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ. അവരെ എന്തുമാത്രം കഷ്ടത ആ കുടുംബം അനുഭവിച്ചു, ആ അമ്മ അനുഭവിച്ചു. ദിലീപിൻ്റെ അമ്മ, കുടുംബം, സഹോദരങ്ങൾ, ഭാര്യ, ഇവരൊക്കെ എന്തുമാത്രം സങ്കടം അനുഭവിച്ചു എന്നുള്ളത് അയാളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കറിയാം. പക്ഷെ അതിനൊക്കെ ഒരു പരിസമാപ്തിയായി. എന്തായാലും നല്ലൊരു വിധി കിട്ടി. എന്തായാലും ഇത് വളരെ ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നേ ഞാൻ പറയത്തുള്ളൂ.